മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ കാണാതായ ഗിരീഷിന്റെ അമ്മ മരിച്ചു. തൃശൂർ കോട്ടപ്പുറം സ്വദേശിനി ഗൗരിയാണ് മരിച്ചത്. MS ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോ, വല്ലാതെ സങ്കടകരമായൊരു വാർത്തയാണ് ഇത്. ഈ വെടിക്കെട്ട് അപകടത്തിൽ ഗിരീഷിനെ കാണാതായി. ആ മാനസിക ആഘാതത്തിലാണോ സംഭവം എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതായത് അമ്മ കുറച്ച് നാളുകളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ വെടിക്കെട്ട് അപകടം നടന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നടന്ന വെടിക്കെട്ട് അപകടത്തിൽ ഗിരീഷിനെ കാണാനുണ്ടായിരുന്നില്ല. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഫെസ്റ്റിവൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഗിരീഷ് എന്ന് പറയുന്നത്. ഗിരീഷിൻ്റെ അമ്മ ഗൗരി 74 വയസ്സുള്ള ഗൗരിയാണ് ഇന്നിപ്പോൾ നിര്യാതയായത്. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടാണ് നിര്യാതയായത്. ഇന്ന് വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് നിര്യാതയായത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ആളുകളുടെ മൃതദേഹം ലഭിക്കാതിരിക്കുന്നുണ്ട് ഈ അപകടത്തിൽ ലഭിക്കാതിരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നു. മാത്രമല്ല അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ തന്നെ പുരോഗമിക്കുന്നു. അതൊക്കെ തന്നെ നടക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അമ്മ കഴിഞ്ഞ ദിവസം ഓർമ്മ വന്ന സമയത്ത് അമ്മ ഗിരീഷിനെ അന്വേഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ എത്തിയ സമയത്ത് അവിടെയൊക്കെ തന്നെ അന്ന് എത്തിയ സമയത്ത് ഗിരീഷിനെയും കണ്ടിരുന്നു. എന്തായാലും അതൊക്കെ തന്നെ അവിടെ ആ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് വൈകുന്നേരം നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി കൂടിയുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് പോവുകയാണ്, മന്ത്രിതലത്തിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പോകുമ്പോൾ ഇന്നലെ പറഞ്ഞ ആ ഒരു നിലപാട് അത് കൃത്യമായി എല്ലാവരെയും അറിയിക്കാൻ തന്നെ കഴിയാവുന്ന രീതിക്കുള്ള എല്ലാം പ്രിപ്പയർ ആണ്. അതെ, ഇന്നലെ യോഗത്തിൽ വളരെയധികം അഭിപ്രായം വന്നത് പൂരം നടത്തണമെന്നാണ്. സാമ്പിൾ വെടിക്കെട്ട് കോൾ ഓഫ് ചെയ്യുക, ബാക്കിയെല്ലാം നടത്തണം എന്നാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ടും ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തിനെ അറിയിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ജനവികാരം ഏതാണ് എന്താണെന്നുള്ളത് പൂരത്തിൻ്റെ അന്ന് അറിയാം. പൂരത്തിന് ആൾക്കാർ വന്നാൽ അതിൻ്റെ അർത്ഥം പൂരത്തിനെയാണ് ആൾക്കാർ സ്നേഹിക്കുന്നതെന്ന്, അല്ലേ? അതിൻ്റെ ശരി. അപ്പം നമുക്ക് അന്ന് കാണാം. ഈ സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാന്ന് പറയുമ്പോൾ നമ്മളുടെ മെയിൻ വെടിക്കെട്ടിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണോ നടത്തുന്നത്? എന്താണ്? അല്ല, എല്ലാം റെഡിയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു വയലേഷനും ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ നടത്താണ്ടിരിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് ഒരൊറ്റ ചോദ്യമുള്ളൂ. ഷോയെ പൂരവുമായി ബന്ധപ്പെട്ട മീറ്റിംഗും ഇന്ന് നടക്കുകയാണ്, യോഗവും നടക്കുകയാണ്. അതിലായിരിക്കും നിർണായക തീരുമാനം അറിയുക. അതിനേക്കാൾ ദുഃഖകരമായത് ഈ അമ്മയുടെ മരണമാണ്. ഗൗരി എന്ന അമ്മ കോട്ടപ്പുറം സ്വദേശിനിയാണ്. മകനെ കാണാതായ സങ്കടം അതിലുള്ളുനേറി ചികിത്സയിലിരിക്കെ ഈ അമ്മയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഏറെ സങ്കടകരമായ കാര്യം, അല്ലേ? ഉള്ളുനേറി അമ്മ പോയി.